वक्रतुंड महाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुः साक्षात् परब्रह्म तस्मै श्री गुरवे नमः। ഗുരുവന്ദനം. SMECT KP അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രേമലത. ഇന്നത്തെ നമ്മുടെ വിഷയം ഷഷ്ടാഷ്ടമം. എന്താണ് ഷഷ്ടാഷ്ടമം എന്നതിനെക്കുറിച്ചും ഏത് സാഹചര്യത്തിലാണ് ഷഷ്ടാഷ്ടമം കണക്കിലെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ച് തന്നെ പറയാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യപ്പെടുന്നവർ SMECT അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ടതില്ല. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം. ശരി, ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഷഷ്ടാഷ്ടമം എന്നത് ഷഷ്ടം എന്നാൽ 6, അഷ്ടമം എന്നാൽ 8. 6-ാം രാശിയും 8-ാം രാശിയെയും ചേർത്ത് പറയുന്നതിനെയാണ് ഷഷ്ടാഷ്ടമം എന്ന് പറയുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഈ ഷഷ്ടാഷ്ടമ രാശികളെ കണക്കിൽ കൊള്ളേണ്ടത് വിവാഹപ്പൊരുത്തം നോക്കുമ്പോഴാണ് പ്രധാനമായി നോക്കേണ്ടത്. വിവാഹപ്പൊരുത്തം നോക്കാൻ റൂൾ നമ്പർ 1 എടുക്കേണ്ടത് ഈ ഷഷ്ടാഷ്ടമം തന്നെയാണ്. സാധാരണക്കാർക്ക് യാതൊരുവിധ ജ്യോതിഷ പരിജ്ഞാനവും ഇല്ലെങ്കിലും സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനനകാല ഗ്രഹനിലയിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയും ലഗ്നങ്ങളും ഷഷ്ടാഷ്ടമ രാശികളായി വന്നാൽ പിന്നെ ആ ജാതകം തമ്മിൽ പൊരുത്തം നോക്കേണ്ടതില്ല. ഒരാളുടെ രാശിയിൽ നിന്ന് മറ്റൊരാളുടെ രാശി 6-ാമത്തെ രാശിയായിട്ടോ അല്ലെങ്കിൽ 8-ാമത്തെ രാശിയായിട്ടോ വന്നാൽ അത് ഷഷ്ടാഷ്ടമ ദോഷം ചെയ്യും. അതേപോലെ തന്നെ ഒരാളുടെ ലഗ്നത്തിൽ നിന്ന് മറ്റൊരാളുടെ ലഗ്നം 6-ാമത്തെ ലഗ്നമായിട്ടോ 8-ാമത്തെ ലഗ്നമായിട്ടോ വന്നാൽ അത് ഷഷ്ടാഷ്ടമ ദോഷം ചെയ്യും. പൊരുത്തം നോക്കുമ്പോൾ ഇങ്ങനെ വന്നാൽ ഇങ്ങനെയുള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല. ഇങ്ങനെ ചേർക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ചേർക്കാൻ പാടില്ല, അതിൻ്റെ കാരണം എന്താണ്? 6-ാമത്തെ രാശിയും 8-ാമത്തെ രാശിയും ഒത്തുപോവുകയില്ല. അത് മാത്രമല്ല, അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അത് വഴക്കിൽ ചെന്ന് അവസാനിക്കുകയൊക്കെ ചെയ്യും. ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ സംഭവിച്ചാൽ അവരുടെ ജീവിതത്തിൽ സ്വസ്ഥത എന്നത് ഒന്നൊരിക്കലും ഉണ്ടാവുകയില്ല. അതിനൊരു ഉദാഹരണത്തോടുകൂടി പറഞ്ഞു മനസ്സിലാക്കാം. കാലപുരുഷൻ്റെ രാശിപ്രകാരം മേടൻ രാശി 1-ാമത്തെ രാശിയായിട്ടാണ് വരിക. ഈ 1-ാം രാശിയുടെ അധിപതിയായ ഗ്രഹം കുജനാണ്. ഇതേ കാലപുരുഷന് 6-ാം രാശി കന്നിയാണ്. കന്നിയുടെ അധിപതിയായ ഗ്രഹം ബുധനാണ്. ഈ 1-ാം ഭാവ അധിപതിയായ കുജനും 6-ാം ഭാവ അധിപതിയായ ബുധനും തമ്മിൽ ശത്രുഗ്രഹങ്ങളാണ്. ഇവർ തമ്മിൽ ഒരിക്കലും ഒത്തുപോകാൻ കഴിയുകയില്ല. ഇതുതന്നെ മേടത്തിൽ നിന്ന് എണ്ണിയാൽ കന്നി 6-ാം ഭാവമായിട്ടും കന്നിയിൽ നിന്ന് എണ്ണിയാൽ മേടം 8-ാം ഭാവമായിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ മേടൻ രാശി അല്ലെങ്കിൽ മേടലഗ്നക്കാർക്ക് കന്നി രാശി കന്നി ലഗ്നക്കാർ ഒത്തുപോവുകയില്ല. എന്തുകൊണ്ട് ഒത്തുപോകില്ല എന്ന് ചോദിച്ചാൽ ഇരു രാശികളും അധിപതികൾ തമ്മിൽ ശത്രുഗ്രഹങ്ങളായതുകൊണ്ട് രണ്ടുപേരും തമ്മിൽ സെറ്റാവുകയില്ല. ഇതേപോലെ ഇടവൻ രാശിക്ക് നോക്കിയാൽ ഇടവൻ രാശിക്ക് 8-ാം ഭാവം ധനുരാശിയായിട്ടാണ് വരിക. ഇടവൻ രാശിയുടെ അധിപതി ശുക്രനും ധനുരാശിയുടെ അധിപതി വ്യാഴവുമാണ്. ഒരാൾ അസുരഗുരുവും ഒരാൾ ദേവഗുരുവുമാണ്. ഈ 2 ഗുരുക്കന്മാർ തമ്മിൽ ഒരിക്കലും ഒത്തുവരികയില്ല. അതുകൊണ്ട് തന്നെ കാലചക്ര രാശി നിർണയിക്കുമ്പോൾ തന്നെ 6-8 രാശി 8-6 രാശികൾ ശത്രുരാശികളായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ മിഥുനത്തിൽ നിന്ന് നോക്കിയാൽ മിഥുനത്തിന് വൃശ്ചികൻ രാശി 6-ാം രാശിയായിട്ടും വൃശ്ചികത്തിന് മിഥുനം 8-ാം രാശിയായിട്ടാണ് വരിക. ഇവിടെയും മിഥുനത്തിൻ്റെ അധിപതി ബുധനും വൃശ്ചികത്തിൻ്റെ അധിപതി കുജനുമായിട്ടാണ് വരുന്നത്. കുജനും ബുധനും ഒരിക്കലും ചേരുകയില്ല. അവർ കടുത്ത ശത്രുക്കളാണ്. അടുത്തത് ചിങ്ങൻ രാശിയുടെ 6-ാം ഭാവം മകരൻ രാശിയാണ്. മകരത്തിൻ്റെ 8-ാം രാശിയായി വരുന്നത് ചിങ്ങൻ രാശിയാണ്. ഇവിടെയും നോക്കിയാൽ ചിങ്ങത്തിൻ്റെ അധിപതി സൂര്യൻ, മകരത്തിൻ്റെ അധിപതി ശനിയും. അച്ഛനും മകനും ഒക്കെ ആണെങ്കിലും ഇവർ തമ്മിൽ കടുത്ത ശത്രുത തന്നെയാണുള്ളത്. ഒരാൾ ഇരുട്ടിൻ്റെ കാരകനും ഒരാൾ വെളിച്ചത്തിൻ്റെ കാരകനുമാണ്. ഒരിക്കലും ഇവർ തമ്മിൽ ഒത്തുപോവുകയില്ല. 6-8 രാശിയാണെങ്കിലും ശരി 6-8 ലഗ്നമാണെങ്കിലും ശരി ഒത്തുപോകാൻ കഷ്ടം തന്നെയാണ്. വിവാഹ സമയത്ത് പൊരുത്തം
ഒന്നും നോക്കാതെ വിവാഹം കഴിക്കുന്ന ചില ആളുകൾക്ക് ഷഷ്ടാഷ്ടമ ദോഷം സംഭവിക്കാറുണ്ട്. ചില പ്രേമവിവാഹമൊക്കെ നടന്നു കഴിഞ്ഞ് അടുത്ത ചില ദിവസങ്ങളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചിലർക്ക് ഒത്തുപോകാൻ കഴിയാത്ത വിധം അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചിലർ തമ്മിലൊക്കെ പിരിയേണ്ട ഒരു സാഹചര്യവും അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. 6-8 രാശികളിലുള്ള എത്രയോ ദമ്പതികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. 40 വയസ്സ് 50 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് ഈ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. 6-8 ലഗ്നമായി വന്നിരിക്കുന്നവർ തമ്മിൽ ഭാര്യാഭർത്താവ് മാത്രമല്ല ബിസിനസ് പാർട്ട്ണർ 2 പേർ ചേർന്ന് ചെയ്യുന്ന ഏതൊരു കാര്യവും ഈ പറഞ്ഞ പോലെ 6-8, 8-6 ആയിട്ടുള്ള ലഗ്നമാണെങ്കിൽ അവർ തമ്മിൽ ഏത് കാര്യം ചെയ്താലും ഒത്തുവരികയില്ല. ഒരുപാട് പേർ ചിന്തിക്കുന്നത് വിവാഹത്തിന് മാത്രം നോക്കിയാൽ മതിയോ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. കൂടുതൽ ശത്രുതയുള്ള 2 പേരെ എടുത്തു നോക്കിയാൽ അറിയാം അധികവും അവർ തമ്മിൽ 6-8 രാശിയോ ലഗ്നമോ ഒക്കെ ആയി വന്നിരിക്കും. ചിലർ നല്ല കൂട്ടുകാരായിട്ട് കാണാറുണ്ട്. പക്ഷേ അവർ തമ്മിൽ ഒരു കൂട്ടു ബിസിനസ് ആരംഭിച്ച് ബിസിനസ് ചെയ്യുമ്പോഴറിയാം ആ ബിസിനസ് പൊളിയുമ്പോഴാണ് നോക്കുക. അപ്പോൾ അവരുടെ രാശിയോ ലഗ്നമോ 6-8 ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. പിന്നെ 6-8 ഒരേ ഗ്രഹം അധിപതിയായിട്ട് വന്നാലും കൂടി ഡിഫറെൻ്റ് ഒപ്പീനിയനാണ് ഉണ്ടാവുക. വ്യത്യസ്ത ചിന്താഗതിക്കാരായിരിക്കും 2 പേരും. എത്ര ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവരാണെങ്കിലും വിവാഹം എന്ന ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യം പൊരുത്തം നോക്കുന്ന കാര്യം തന്നെയാണ് ചിന്തിക്കുക. അത് എന്തുകൊണ്ടാണെന്നാൽ ഇരുവരുടെയും ജീവിതങ്ങൾ നല്ല നിലയിലായിരിക്കണം എന്ന ഒറ്റ ചിന്തയുള്ളത് കൊണ്ട് മാത്രമാണ്. എത്ര പൊരുത്തമുണ്ട് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. അതിനപ്പുറം മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാറില്ല. ആരായിരുന്നാലും ശരി 6-8 രാശികൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് വിവാഹത്തിന് പ്രത്യേകം കണക്കിലെടുക്കണം. കാരണം ജീവിതകാലം മുഴുവൻ 2 വ്യക്തികൾ അഭിപ്രായ വ്യത്യാസത്തിൽ കഴിഞ്ഞാൽ സന്തോഷം എന്താണെന്ന് അവർക്ക് അറിയാതെ പോകും. അതുകൊണ്ട് തന്നെ വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ ഷഷ്ടാഷ്ടമ ദോഷം ഉള്ള ജാതകങ്ങൾ തമ്മിൽ ചേർക്കാൻ പാടില്ല. ഈ വീഡിയോ സാധാരണക്കാർക്കും മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.